മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ ഉപയോഗിക്കാതെ കിടക്കുന്നത് കോടികൾ 906.35 കോടി രൂപയാണ് CMDRFന്റെ അക്കൗണ്ടിൽ ഇനി ശേഷിക്കുന്നത്. വയനാട് ദുരന്ത പശ്ചാത്തലത്തിൽ മാത്രം 663 കോടി രൂപ അക്കൗണ്ടിലേക്ക് എത്തി. ഈ കോടികൾ ചിലവഴിക്കാതെ കേന്ദ്രത്തെ പഴിചാരുകയാണ് സംസ്ഥാന സർക്കാർ. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ലഭിച്ചത് 662 കോടിയിലധികം രൂപയാണ്. ദുരന്തം നടന്ന് ഇത്രയേറെ സമയം കഴിഞ്ഞിട്ടും ദുരിതബാധിതർക്ക് വീട് വെക്കാനുള്ള സ്ഥലം പോലും കണ്ടെത്താൻ സർക്കാരിന് സാധിച്ചിട്ടില്ല. 2018-19 കാലത്തെ പ്രളയ സമയം CMDRFിലേക്ക് എത്തിയത് 4970.29 കോടി രൂപ. കൊറോണ കാലത്ത് 1129 കോടിയും അക്കൗണ്ടിലേക്ക് എത്തി. വയനാട് ദുരന്ത സമയത്ത് എത്തിയത് 663.89 കോടി രൂപയാണ്. അങ്ങനെ CMDRFിലേക്ക് എത്തിയത് 6763.92 കോടി രൂപ. ഇപ്പോഴും സഹായം എത്തിക്കൊണ്ടേയിരിക്കുന്നു. എന്നാൽ ഇനിയും ചെലവഴിക്കാതെ അക്കൗണ്ടിലുള്ളത് 906 കോടിയിലധികം രൂപയാണ്. മലയാളികൾ മനസ്സറിഞ്ഞു നൽകിയ പണത്തിൽ നിന്നും ദുരിതബാധിതർക്ക് സഹായം ലഭ്യമാക്കാൻ സർക്കാർ ശ്രമം തുടങ്ങിയിട്ടില്ല. നിലവിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ലഭിച്ച കോടികളിൽ നിന്ന് വയനാടിനായി ചെലവഴിച്ചത് തുച്ഛമായ തുക മാത്രം. ഔദ്യോഗിക വെബ്സൈറ്റിലെ കണക്കുകൾ വ്യക്തമാക്കുന്നതും ഇനിയും കോടികൾ ചിലവഴിക്കാനുണ്ട് എന്നാണ്. ജൂലൈ 30-ാം തീയതി മുതലാണ് വയനാട് ദുരന്തത്തിനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനകൾ സ്വീകരിച്ചു തുടങ്ങിയത്. 4 മാസത്തിനകം 663 കോടി രൂപ സമാഹരിക്കുകയും ചെയ്തിരുന്നു. ഇലക്ട്രോണിക് പേയ്മെന്റ് വഴി വിവിധ ബാങ്കുകളിലേക്ക് ലഭിച്ച തുകയുടെ കണക്കുകൾ പുറത്തുവിട്ടെങ്കിലും UPI ID വഴി എത്ര പണം കിട്ടിയെന്ന കാര്യത്തിൽ സൈറ്റിൽ വ്യക്തതയില്ല. 2018 ഓഗസ്റ്റ് 14 മുതൽ UPI വഴി ആകെ മൊത്തം 9.03 കോടി രൂപ ലഭിച്ചിട്ടുണ്ടെന്ന് കണക്കുകൾ പറയുമ്പോഴും വയനാടിനായി എത്ര രൂപ പിരിഞ്ഞു കിട്ടിയെന്ന് സർക്കാരിന് വ്യക്തതയില്ല. 2018-19 പ്രളയത്തിനും കൊറോണയ്ക്കും ലഭിച്ച തുകയുടെ സ്രോതസ്സുകളും പട്ടിക തിരിച്ച് കണക്കുകൾ ലഭ്യമാക്കിയപ്പോൾ വയനാടിനു വേണ്ടി പൊതുജനങ്ങളിൽ നിന്ന് സമാഹരിച്ച തുക എന്ന പട്ടിക മാത്രം ഉൾപ്പെടുത്തിയതാണ് 663 കോടി രൂപയുടെ കണക്ക് കാണിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ സഹായം എന്ന പേരിൽ പണപ്പിരിവ് നടത്തിയ ശേഷം തുക ചെലവഴിക്കാതെ കേന്ദ്രത്തെ കുറ്റപ്പെടുത്താനാണ് ഇടത് സർക്കാർ ശ്രമിക്കുന്നത്. ജനം, തിരുവനന്തപുരം.